2001 ഹജ്ജിന് പോയപ്പോൾ ഹജ്ജ് ഗ്രൂപ്പിലെ ഉസ്താദ് ദുൽഹിജ്ജ 7-ന് നിങ്ങൾക്ക് അറുത്ത ആടിൻ്റെ മാംസമാണ് എന്ന് പറഞ്ഞ് പാചകം ചെയ്ത മാംസം തന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ദുൽഹജ്ജ് 10-ന് മീനായിലല്ലേ അറവ് നടത്തേണ്ടത്? ഇതെങ്ങനെയാണെന്ന് ഈടെയാണ് അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മറ്റും സാഹചര്യം ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഈ സാഹചര്യത്തിൽ എൻ്റെ ഹജ്ജിന് എന്തെങ്കിലും ഭംഗം വരുമോ? അത് സ്വീകാര്യയോഗ്യമാകില്ലേ എന്നാണ് ഇവരുടെ സംശയം. ചോദ്യത്തിൽ ചില അവ്യക്തതകളുണ്ട്. 7-ന്റെ അന്ന് നിങ്ങൾക്ക് വേണ്ടി അറുത്തത് എന്ന് പറയുമ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവാണോ? അതല്ല പിന്നെ അയാളിപ്പോ സ്വാഭാവികമായിട്ടും പിന്നെ 7-ന്റെ ദിവസം അയാൾ കുറച്ച് അറിവ് ഒരു പശുവിനെ അല്ലെങ്കിൽ ഒരു ആടിനെ അറുത്തിട്ട് കുറച്ച് മാംസം ഉണ്ടാക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ടി അറുത്തതാണ് എന്ന് പറഞ്ഞ് തന്നതാണോ എന്നുള്ളതും ഇവിടെ മനസ്സിലാകേണ്ടതിന് വ്യക്തമാകേണ്ടതുണ്ട്. ഏതായാലും ഹജ്ജുമായി ബന്ധപ്പെട്ട അറിവാണ് എങ്കിൽ അത് ദുൽഹജ്ജ് 10-നാണ്. അത് രാവിലെ മിനായിലെ കല്ലേറ് കഴിഞ്ഞതിന് ശേഷമാണ് അറക്കേണ്ടത്. അതിനു മുമ്പ് അറുത്ത് കഴിഞ്ഞാൽ ആ അറിവ് ഹജ്ജിന്റെ അറിവായിട്ട് പരിഗണിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഹജ്ജ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പിന്നെ വേറെ അറിവുകളൊന്നും നടത്താൻ പാടില്ല എന്ന നിയമങ്ങൾ എവിടെയും വന്നിട്ടില്ല. ഒരാൾക്കിപ്പോ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരാടിനെ അറുത്തു എന്നുള്ളത് കൊണ്ട് അതൊരു തെറ്റാണ് എന്ന് എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോ പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഒരാടിനെ അറുത്തു, അതിന്റെ മാംസം എല്ലാവർക്കും കൊടുത്തു, പാകം ചെയ്ത് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഹജ്ജിനെ ബാധിക്കുകയോ മറ്റോ ചെയ്യുകയില്ല. എന്നാൽ ഹജ്ജിന്റെ അറിവായിക്കൊണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10-ന് അറുക്കേണ്ട അറിവ് 7-ന്റെ അന്ന് അറുത്ത് കഴിഞ്ഞാൽ അത് ഹജ്ജിന്റെ അറിവായിട്ട് പരിഗണിക്കുകയില്ല. അത് അവരുടെ അറിവായിട്ട് പരിഗണിക്കുകയില്ല. അവരുടെ അറിവ് അവിടെ വീടിയിട്ടില്ല. ആ അറിവ് അവിടെ വീടിയിട്ടില്ല. ദുൽഹജ്ജ് 10-ന് അവർ അറുത്തിട്ടില്ല എങ്കിൽ അവര് 10 ദിവസം നോമ്പ് നോൽക്കണം. അതിന്റെ കഫാറത്ത് അങ്ങനെയാണ്. 3 ദിവസം മിനായിൽ വെച്ച് നോമ്പ് നോൽക്കുകയും ബാക്കി മടങ്ങി വന്നതിന് ശേഷം 7 ദിവസം നോമ്പ് നോൽക്കുകയും ചെയ്യണം. അതാണ് കഫാറത്ത്. അപ്പൊ അതുകൊണ്ട് അവരാ അറുത്തത് പിന്നെ ഹജ്ജിന്റെ അറിവാണോ അല്ലെങ്കിൽ അവർക്ക് 10-ന്റെ അന്ന് അറുക്കേണ്ട ഉത്തമത്തിയായ വ്യക്തി അറുക്കേണ്ട 10-ന്റെ അന്ന് അറുക്കേണ്ട നിർബന്ധത്തിന്റെ അറിവായ ആ അറിവാണോ ഈ 7-ന്റെ അന്ന് അറുത്തത്, ആ മാംസമാണ് കൊടുത്തതെങ്കിൽ അത് ഹജ്ജിന്റെ അറിവായിട്ട് പരിഗണിക്കുകയില്ല. ഹജ്ജിന്റെ അറിവ് അവിടെ ബാക്കിയുണ്ട്. അപ്പൊ അത് അറുക്കാതെ പിന്നീട് അവർ 10-ന്റെ അന്ന് അറുത്തിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും ആ അറിവ് ഒരാള് പിന്നെ അറുക്കാൻ വേണ്ടി നേർച്ചയാക്കുകയും പിന്നെ നിർബന്ധമായ ഹജ്ജായ മുത്തമത്തിന്റെ ഇതിന് ഏറാൻ കിട്ടുകയും പിന്നീട് അവർക്ക് അറുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ അയാള് 10 ദിവസം നോമ്പ് നോൽക്കണം. പിന്നെ 3 ദിവസം മിനായിലും ബാക്കി 7 ദിവസം മടങ്ങി വന്നതിന് ശേഷവുമാണ് വീട്ടേണ്ടത്. അതായത് ഇനിയിപ്പോ അവിടുന്ന് 3 നോൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം 10 നോമ്പ് നോൽക്കുക എന്നുള്ളതാണ് ഇതിൽ കഫാറത്തായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ അതവിടെ ക്ലാരിഫൈ ചെയ്യേണ്ടത്, ഈ അറിവ് 10-ന്റെ അന്ന് അറുക്കേണ്ട ഹജ്ജിന്റെ അറിവിന്റെ ആ അറിവിനെയാണോ ഇയാൾ നേരത്തെ അറുത്തിട്ട് ഇവർക്ക് കൊടുത്ത മാംസം എന്നുള്ളതാണ് അവിടെ ഉറപ്പ് വരുത്തേണ്ടത്. അതാണെങ്കിൽ അത് തെറ്റാണ്. ആ ഹജ്ജിൽ പങ്കെടുത്ത ആളുകളുടെ അറിവ് അവിടെ നടത്തിയിട്ടില്ല എങ്കിൽ അതിന്റെ കഫാറത്ത് അവർ കൊടുക്കേണ്ടി വരും. അതല്ല അവര് ഈ ഹജ്ജിന്റെ അറിവല്ല, അവർക്ക് വേണ്ടി ഉസ്താദ് പിന്നെ ഒരു ആടിനെ അറുത്ത് കൊടുത്തൊരു മാംസം പാകം ചെയ്ത് കൊടുത്തതാണ് എങ്കിൽ അത് പിന്നെ ഹജ്ജിനെ ബാധിക്കുന്ന കഫാറത്തോ മറ്റോ കൊടുക്കേണ്ടതില്ല. അതൊരു പ്രശ്നമായിട്ട് പരിഗണിക്കേണ്ടതുമില്ല എന്നുള്ളതാണ് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല ആലം.